വിവാദങ്ങൾക്കും പ്രതിവാദങ്ങൾക്കും ഒടുവിൽ നീണ്ടുനിന്ന തദ്ദേശ സ്വയംഭരണ പ്രചരണങ്ങൾക്ക് ഒടുവിൽ തലസ്ഥാനത്ത് താമര തിളക്കം. തലസ്ഥാനത്ത് താമര വിരിഞ്ഞു. മോദി വരുമ്പോൾ സ്വീകരിക്കാൻ ഒരു BJP മേയർ തലസ്ഥാനത്തുണ്ടാകും എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് യാഥാർത്ഥ്യമായി മാറി. എന്തായാലും അതിനിടയിൽ ഇടതുപക്ഷവും വലതുപക്ഷവും BJPയെ വെട്ടാൻ കരുക്കളൊക്കെ നീക്കിയെങ്കിലും അത് അപകടമാകുമെന്ന് കരുതി ഇരുവരും മാറ്റിവെച്ചു. മേയറായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ച് BJPയെ ചെക്ക് ചെയ്യാനായിരുന്നു ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും നീക്കം, LDFന്റെയും UDFന്റെയും നീക്കം. എന്നാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് BJPക്ക് വലിയൊരു മേൽക്കോയ്മ ഉണ്ടാക്കി കൊടുക്കും എന്ന തിരിച്ചറിവിൽ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണ്ടെന്ന് വെച്ചു. അല്ലെങ്കിൽ കണ്ണമ്പുലയിൽ നിന്ന് വിജയിച്ച പാറ്റൂർ രാധാകൃഷ്ണനെ മേയറായി അവതരിപ്പിച്ചുകൊണ്ട് BJPയെ വെട്ടാനായിരുന്നു UDFന്റെയും LDFന്റെയും പ്ലാൻ. രാധാകൃഷ്ണൻ ലോട്ടറി അടിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അത് വെച്ചിരിക്കുകയാണ് ഇരു കക്ഷികളും. എന്തായാലും ശ്രീലേഖ IPS VV രാജേഷോ തിരുവനന്തപുരത്തിന്റെ മേയർ എന്ന ചോദ്യം ബാക്കി. ആ ചോദ്യത്തിന് ഉത്തരം പൊളിറ്റിക്സ് കേരള നൽകുന്നു. BJPയുടെ കരുത്തനായ നേതാവ് കൊടുങ്ങാനൂരിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ BJPക്ക് വേണ്ടി ജയിച്ച VV രാജേഷ് തിരുവനന്തപുരം മേയറാകും. ശ്രീലേഖ IPS മേയറാകണം എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ ആഗ്രഹമെങ്കിലും ശ്രീലേഖയുടെ പരിചയക്കുറവ്, മറുവശത്ത് പരിചയ സമ്പത്തുള്ള അംഗങ്ങൾ കൗൺസിലിൽ എത്തുമ്പോൾ ശ്രീലേഖയ്ക്ക് പരിചയക്കുറവുണ്ടാവും. അതുകൊണ്ട് VV രാജേഷിനെ മേയറാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഡെപ്യൂട്ടി മേയർ സ്ഥാനം ശ്രീലേഖ സ്വീകരിക്കില്ല എന്നാണ് അറിവ്. അതിനു പകരം വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ ശ്രീലേഖ മത്സരിക്കും. ശാസ്തമംഗലത്ത് നിന്ന് ശ്രീലേഖ മിന്നുന്ന വിജയമാണ് നേടിയത്, അതിൽ യാതൊരു സംശയവുമില്ല. ശ്രീലേഖ തോറ്റുപോകും എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ശാസ്തമംഗലത്തെ ഗ്രൗണ്ട് റിപ്പോർട്ട്. അത് പൊളിറ്റിക്സ് കേരള പുറത്തുവിടുകയും ചെയ്തു. വീഡിയോ പരിശോധിക്കുന്നവർക്ക് കാണാം. എന്നാൽ അവസാന ലാപ്പിൽ ശ്രീലേഖ കുതിച്ചു കയറുന്ന കാഴ്ചയാണ് ശാസ്തമംഗലത്ത് കണ്ടത്. ശ്രീലേഖ 700-ലധികം വോട്ടുകൾക്കാണ് ശാസ്തമംഗലത്ത് നിന്ന് വിജയിച്ചു കയറിയത്. ഒരു വാർഡിൽ 700 വോട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഭൂരിപക്ഷം തന്നെയാണ്. ശ്രീലേഖയുടെ കഴിവ് തന്നെയാണ് ഇത്രയും വോട്ട് പിടിച്ചതും വിജയിച്ചതും. എന്തായാലും മേയർ സ്ഥാനാർത്ഥിയായി ശ്രീലേഖ ഉണ്ടാകില്ല എന്ന സൂചനയാണ് ഇപ്പോൾ BJP വൃത്തങ്ങൾ നൽകുന്നത്. പരിചയസമ്പന്നനായ VV രാജേഷിനെ മേയറാക്കുക എന്നുള്ളതാണ് BJPയുടെ തീരുമാനം. BJPയുടെ മുൻ ജില്ലാ അധ്യക്ഷൻ കൂടിയാണ് VV രാജേഷ്. VV രാജേഷ് ABVPയിലൂടെ BJPയിലെത്തിയ വ്യക്തിയാണ്. ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. ശക്തമായി നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തിയാണ്. അതൊക്കെയാണ് VV രാജേഷിന്റെ പ്രത്യേകത. അതേ VV രാജേഷിനെ തന്നെ തിരുവനന്തപുരത്ത് നഗരപിതാവിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിപരമായ നീക്കമാണ്. SP ദീപക്കും മഞ്ജൂർ ബാബുവും KS ശ്രീകുമാറും ഒക്കെ LDFന് വേണ്ടി കൗൺസിലിൽ ഉണ്ടാകും. ഇവർ ഉയർത്തുന്ന വെല്ലുവിളി ചെറുത്തു നിൽക്കണമെങ്കിൽ VV രാജേഷിനെ പോലെ കരുത്തനായ ഒരു മേയർ തന്നെ വേണം എന്ന നിഗമനത്തിൽ BJP എത്തി നിൽക്കുന്നു. VV രാജേഷ് അല്ലാതെ മറ്റൊരു പേര് BJPക്ക് ഇല്ല മേയർ സ്ഥാനത്തേക്ക്. VV രാജേഷ് കൊടുങ്ങാനൂർ വാർഡിൽ നിന്ന് മത്സരിക്കുമ്പോൾ തന്നെ അദ്ദേഹം മേയർ സ്ഥാനാർത്ഥിയാകുമെന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് കൃത്യമായി മാറി. VV രാജേഷാണ് ശ്രീലേഖയ്ക്ക് പകരം മേയറായി എത്തുക. VV രാജേഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരം തന്നെയാണ് ലഭിച്ചത്. എത്രയും വേഗം മേയർ സ്ഥാനാർത്ഥിയെ രംഗത്ത് കൊണ്ടുവരാനാണ് BJPയുടെ ശ്രമം. കാരണം മറുവശത്ത് പല വിധത്തിലുള്ള കരുക്കൾ നടന്നിരുന്നു. രാധാകൃഷ്ണനെ മേയറാക്കിക്കൊണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും UDF LDFും രാധാകൃഷ്ണനെ പിന്തുണയ്ക്കാനുള്ള ഒരു തീരുമാനമൊക്കെ എടുത്തിരുന്നു. പക്ഷേ ആ തീരുമാനം അവസാന ലാപ്പിൽ വേണ്ടെന്ന് വെച്ചു ഇരു കക്ഷികളും. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ അഡ്ജസ്റ്റ്മെന്റ് BJP ചർച്ചയാക്കുകയും BJPക്ക് മുന്നേറാൻ അതൊരു കാരണമാവുകയും ചെയ്യും. അതുകൊണ്ടാണ് അവർ വേണ്ടെന്ന് വെച്ചത്. എന്തായാലും VV രാജേഷ് നഗരപിതാവാകുന്നു എന്ന വാർത്ത എക്സ്ക്ലൂസീവായി പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നു.